കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് KPSCയുടെ നാടകങ്ങൾ ഏറെ സഹായകരമായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു വലിയ ഒരു വിഭാഗത്തിൻ്റെ ഒരു മുന്നേറ്റത്തിൻ്റെയൊക്കെ ഒരു കഥയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ മുന്നോട്ട് വരാനൊക്കെ തന്നെ ഈ നാടകം ഇടതുപക്ഷ തന്നത് കമ്മ്യൂണിസ്റ്റ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെ സഹായിച്ചു. തോപ്പിൽ ഭാസിയെ പോലെയുള്ള മഹാകലാകാരന്മാരെന്ന് അവർക്കൊപ്പം നിന്നതൊക്കെ തന്നെ അവർക്ക് ഏറെ സഹായകരവുമായി മാറിയിരുന്നു. സാമ്പശിവൻ അങ്ങനെ എല്ലാ കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് നിങ്ങളെന്നെ MLA ആക്കി എന്നുള്ള രീതിയിൽ ഇന്നലെ മറ്റൊരാളിനെ കണ്ടുമുട്ടിയതാണ്. അതും എല്ലാവരും പേടിച്ച് ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന പിണറായി വിജയൻ്റെ മുന്നിലോട്ട് നേരിട്ട് ചെന്ന് ആലപ്പുഴയുടെ യുവ MLA AD തോമസ് കൈപിടിച്ച് കുലുക്കി. നിങ്ങൾ തലതല്ലി തകർത്ത ഈ തോമസ് ആണിയെ വളരെയധികം നന്ദിയുണ്ട്, കാരണം MLA ആക്കി തന്നു എന്ന ഒരു നിർവചനം കൂടി. ഒരു പക്ഷേ ഇദ്ദേഹത്തിന് അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രധാന കാരണങ്ങൾ അന്ന് ഈ മർദ്ദനം മറ്റു തന്നെ വേറെ ഒരുപാട് സീനിയർ ഉണ്ട്. മാത്രമല്ല ചിത്തരഞ്ജൻ എന്ന് പറയുന്ന PP ചിത്തരഞ്ജൻ അല്ലേ, PP ചിത്തരഞ്ജൻ ആലപ്പുഴയിൽ ആര് തോറ്റാലും ചിത്തരഞ്ജൻ ജയിക്കുമെന്നാണ് പറഞ്ഞത്. ചിത്തൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ചിത്തൻ അതുപോലെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ കൊടുങ്കാറ്റിനിടയിൽ ചിത്തരഞ്ജനും പാറിപ്പോയി. കാരണം AD തോമസ് എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ KSUക്കാരനായിരിക്കുമ്പോൾ അവൻ അടി കിട്ടും. KSUക്കാരനായിരുന്ന ഈ AD തോമസ് അന്ന് തലമണ്ട അടിച്ചു കയറി ആ ദൃശ്യങ്ങളിലൂടെ വൈറലായി. അവസാനം ഈ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പം AD തോമസിന് യുവാക്കളുടെ 10,000 വോട്ടിന് അത് ജയിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിന് കേസെടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ. കാരണം പിണറായിയുടെ ദുർഭരണത്തിനെതിരെ 2023 ഡിസംബർ 15-നോ 25-നോ കണ്ട 23-നോ മറ്റോ ആണ് ഈ സംഭവം നവകേരള യാത്ര. അതായത് അത് മറ്റൊരു ധൂർത്തായിരുന്നു. നമ്മുടെ കേരളം കണ്ട ധൂർത്തുകളിൽ ഏറ്റവും ധൂർത്ത പുത്രൻ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു. ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. പക്ഷേ അടുത്ത 5 വർഷം പിന്നെ മുട്ടിച്ച് തേച്ച് കഴിയും. ആഘോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു അത്. ഈ പറയുന്ന നവകേരള യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ്, ആ ബസ് നിർമ്മിച്ചതിലും ആ ബസ് ഇപ്പോൾ എവിടെ? ആ ബസ് കോഴിക്കോട്ടെങ്ങാണ്ട് ബാംഗ്ലൂർ റൂട്ടിൽ ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടു. അത് അവസരം യാത്രക്കാർ കയറാനില്ലാത്ത അവസ്ഥ ഒന്നും അറിഞ്ഞു. ആ ബസ് എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചർച്ച അത്യാവശ്യമാണ്. കാരണം എത്ര കോടി രൂപ മുടക്കിയെടുത്ത ഒരു ബസ്സാണ്. ഈ ബസ്സിനകത്ത് കക്കൂസ് വരെ ഉണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് മൂത്രശങ്ക ഉണ്ടാകുമ്പം വെളിയിൽ ഇറങ്ങിപ്പോയി മൂത്രം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ. പിന്നെ അദ്ദേഹത്തിന് ബസ്സിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് തിരിച്ച് കയറാൻ ലിഫ്റ്റ്, കാരണം പടി ചവിട്ടി കയറാൻ വയ്യ. ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് നാട്ടിലുള്ള അമ്പലങ്ങളുടെയും സ്കൂളുകളുടെയും പള്ളികളുടെയും എല്ലാം മതിലും പൊളിച്ച് ഇങ്ങനെ അശ്വമേധം, അതായത് പണ്ടത്തെ പിന്നെ പുരാണങ്ങളിൽ പറയുന്ന പോലെ യാകാശത്തെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ഈ അഴിച്ചു വിട്ട് ഈ യാകാശത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇയാൾ വന്ന് നാട്ടുകാരുടെ നെഞ്ചത്തൂടെ വഴിയും വെട്ടി വഴിയെ പോയവരെ എല്ലാം അടിച്ച് പിപ്പിരിയാക്കി മൊത്തം കുഴപ്പമാക്കി കേരളത്തിൻ്റെ ക്രമസമാധാനം വരെ തകർത്ത ഒരു യാത്രയായിരുന്നു. ആ യാത്രയിലാണ് AD തോമസിന് ഇത്രയും ഗുരുതരമായ രീതി, അത് മരണത്തിന് പോലും കാരണമായ സാധ്യതയുള്ള രീതിയിലാണ് തലക്കടി മർദ്ദനമേറ്റത്. അജയ് ജുവൽ കുര്യാക്കോസും AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസും AD തോമസ് എന്ന KS ജില്ലാ പ്രസിഡന്റുമായിരുന്നു. പിണറായി വിജയൻ അതിലവിടെ പോയപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്നൊരു കരിങ്കൊടി കാണിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു ഈ ചെറുപ്പക്കാർ ചെയ്ത കുറ്റം. ഉടനെ ഇറങ്ങുകയാണ് കടാകടിയന്മാരായ 2-3 ഗുണ്ടകൾ, പിണറായിയുടെ വണ്ടിയുടെ പുറകിൽ പോയ ഗുണ്ടകൾ. അവർ കയ്യിൽ വലിയ റൂൾ തടിയുമായിട്ട് വന്ന് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ തല അടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് ശരിക്കും. അതും എവിടെയാണ്? തിണ്ണമെടുക്കെന്ന് ഓർത്തോണം. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി ഒരു സൈഡിൽ മാറ്റി നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരെ വന്ന് ഒരു കാരണവുമില്ല അടിക്കുകയാണ്. എന്തിന്? അതാണ് ചോദ്യം. പക്ഷേ നമ്മുടെ കോടതികൾ മാത്രം, ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി മാത്രം അതിൽ യാതൊരു തെറ്റും കണ്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു. ഏതായാലും AD തോമസ് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് ഒരു പരിശീലന ഒരു ക്ലാസ് പോകുന്നുണ്ട് കാണും. ഈ നിയമസഭാ ചിട്ടകൾ, അവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ നിയമസഭയുടെ പ്രൊസീഡിങ്സ് എല്ലാം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളാണ്. അവിടെ ക്ലാസ് എടുക്കുന്നത് വളരെ മുതിർന്ന ഇപ്പോൾ നിലവിലുള്ള സിറ്റിംഗ് MLA-മാരുണ്ടാവും, പഴയ MLA-മാരും MP-മാരും ഭരണഘടനാ വിദഗ്ധന്മാരും ഒക്കെ ക്ലാസ് എടുക്കാൻ വരും. അങ്ങനെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനായി ഇന്നലെ AD തോമസ് വന്നപ്പോൾ അവിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ പിണറായി വിജയനെല്ലാം നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ AD തോമസ് വളരെ വിനയത്തോടെ അടുത്തോട്ട് ചെന്ന് കൈ കൊടുത്തു. ഞാനാണ് AD തോമസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയം അവിടെ ഉണ്ടായിരുന്ന മാധ്യമ ഫോട്ടോഗ്രാഫർമാർ ആ അസുലഭ മുഹൂർത്തം പകർത്തിയിട്ട് മാത്രമല്ല
പിണറായി വിജയൻ്റെ നെഞ്ചത്ത് കൊള്ളുന്ന ക്യാപ്ഷനാണ് മിക്കയിടത്തും കൊള്ളുന്നത്. എനിക്കതിനകത്ത് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഈ KB ജയചന്ദ്രൻ മെട്രോ, അതുപോലെ ബിജു വർഗീസ് മാതൃഭൂമി, ഇവരുടെയൊക്കെ പടങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ഞാൻ മനോരമയിൽ അങ്ങനെ ഒരു പടം കണ്ടില്ല. ഏതായാലും ഇത് ഇങ്ങനെ ഈ അത് തൊഴുത് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ വളരെ കൗതുകത്തോട് ചിരിച്ചു എന്നാണ്. അല്ല, അത് ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, ഇയാൾ ചിരിക്കുന്നുണ്ട്. ഈ തോമസ് എന്ന് പറഞ്ഞ സാർ, ഞാൻ അല്ലേ സഖാവേ, ഞാൻ ആണ് ആലപ്പുഴ MLA AD തോമസ്, എന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ്റെ മുഖത്ത് പതിവില്ലാത്ത ഒരു ചിരി ആ ചിത്രത്തിനകത്ത് കാണാനുണ്ട്. അതാണ് ഇപ്പം നമ്മൾ നിയമസഭയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ചെയ്തു കൂട്ടിയത്? അതിനെല്ലാം നേർക്ക് നേരെ നിന്ന് ചോദിക്കാനുള്ള അവസരം കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് ഇനി നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്തൊക്കെ ഇത് സംഭവിക്കാമല്ലോ. അതെ, ഇപ്പോൾ AD തോമസ്, അതുകൂടാതെ നമ്മുടെ TPയുടെ ഭാര്യ രമ പിന്നെ ഓൾറെഡി കഴിഞ്ഞ സഭയിൽ അംഗമായിരുന്നല്ലോ. രമ സംസാരിക്കുമ്പോൾ ഇറങ്ങി പോകരുത്, മുഖ്യമന്ത്രി പിണറായി അന്ന് അവിടെ ഇരിക്കില്ലായിരുന്നല്ലോ. അതെ, അതുപോലെ ഇപ്പം വേറെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ സാധ്യത ഉള്ളയാൾ മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഈ മുഖ്യമന്ത്രിയാണ്. ഇയാളുടെ മകൾക്കെതിരെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിയമസഭയ്ക്കുള്ളിൽ വെച്ച് പേരെടുത്ത് പറഞ്ഞ് പേരെടുത്ത് വിളിച്ചു. പിണറായി പേരെടുത്ത് അങ്ങനെ വിളിക്കില്ല. പിണറായി പേരെടുത്ത് വിളിച്ചാൽ ഭർത്താവിനെ ശത്രുവായി പണ്ട് PT തോമസിന്റെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. അതെ, തന്നെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു, നിന്നെ അംഗം കുറിച്ചിരിക്കുന്നു എന്നുള്ള അതിനർത്ഥം. അയാൾ അംഗം കുറിച്ചു, അയാൾക്ക് വേണ്ടപ്പെട്ടവരെ ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവൻ്റെ വസ്തുവെല്ലാം അളന്നു, അദ്ദേഹത്തെ കയ്യേറ്റക്കാരനായി മുദ്ര കുത്തി. അതിനിടയ്ക്ക് ഈ മാത്യു കുഴൽനാടൻ ആവേശം മൂത്ത് വീണയ്ക്കെതിരെ ഒരു ഹർജിയുമായി പോകുന്നു, അത് തള്ളുന്നു, അതും ആകുന്നു. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചു? അന്ന് മാത്യു കുഴൽനാടൻ എന്താണോ നിയമസഭയിൽ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. ഇന്നലെ 9 മണിക്കൂർ മോള് പോയി അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പൊ എന്താണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയ പിണറായി വിജയൻ താൻ ആരോടാണോ ഇതൊക്കെ ചെയ്തത് അവരുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ ഇരിക്കേണ്ട ഗതികേടിലാണ്. അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരുന്നു ഭേദം. ഇത്തവണ ഇദ്ദേഹം മത്സരിക്കാതിരിക്കുന്നതായിരുന്നു ഏറ്റവും നല്ലത്, അല്ലെ തോറ്റു പോകുന്നതായിരുന്നു നല്ലത്. എന്നെ കൊല്ലടാ, കൊന്നേച്ചു പോടാന്ന് പറയുന്നതിന് തുല്യമായിട്ടുണ്ട്. എന്താണെങ്കിലും ആ AD തോമസിൻ്റെ പിണറായി വിജയനോടുള്ള ആ ഒരു പെരുമാറ്റവും അതിൻ്റെ റിയാക്ഷനും ആണ് ഇന്നത്തെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ചിത്രം. ദിനപത്രങ്ങൾ വായിക്കുന്ന ശീലമുള്ളവർക്ക് ഈ ചിത്രം വളരെയധികം സോഷ്യൽ മീഡിയയിലും വളരെ വൈറലായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഈ ഇടക്കാലത്താണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചില ചിത്രങ്ങൾ ചർച്ച ചെയ്യാൻ, ചില തലക്കെട്ടുകൾ. ഇത് വർത്തമാന പത്രങ്ങളുടെ പ്രസക്തി കുറഞ്ഞു, ഇതിൻ്റെ വായന അവശേഷിച്ചു. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ചില ചിത്രങ്ങളും ചില KB ജയചന്ദ്രൻ്റെ ചിത്രങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നമുക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ല, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എപ്പോഴും നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ സമീപകാലത്ത് ഒരുപാട് ചിത്രങ്ങൾ, ചർച്ച ചെയ്യപ്പെട്ട ചിത്രങ്ങൾ വന്നു. എന്താണെങ്കിലും ശരി, AD തോമസിൻ്റെ ഒരു മധുര പ്രതികാരത്തിൽ ഒന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം.